അപ്പോൾ ഗൈസ് ഇനി എവിടെയോ കൊടുത്തിട്ടിരുന്ന പോലെ എൻ്റെ കയ്യിൽ കിട്ടിയ കിച്ചണകത്തുള്ള ബ്ലഷ് ഗൈസ്. അപ്പം ബ്ലഷ്ഡ് കുറച്ച് നാളായി. സോ ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സിന് മാച്ച് പിങ്ക് ബ്ലഷ്. കുറച്ച് മമ്മി ഇവിടെ കൂടെ അപ്ലൈ ചെയ്യാം. ഇത്ര മതി. പിന്നെ ടാപ്പ് മേക്കപ്പ് ബ്ലെൻഡറിലല്ലെങ്കിൽ ആവും ഗൈസ്. സോ ടാപ്പ് വരും. ഭയങ്കര ഹൈലി പിഗ്മെൻറ്റഡ് ആണ് ഗൈസ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ പിഗ്മെൻ്റ് ആയി നല്ല പെട്ടെന്ന് അബ്സോർവ് ആവുന്നു. ഞാൻ പിഗ്മെൻറ്റേഷൻ ഞാൻ ഗൈസില്ല, പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് അബ്സോർവ് ആകും. ദാറ്റ്സ് കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ നോക്കി എനിക്ക് തന്നെ കൺട്രോളേഷൻ ഇല്ല. കണ്ടോ, പെട്ടെന്ന് എനിക്ക് നല്ല എന്താ പറയുക സ്മൂത്ത് ഇങ്ങനെ ബട്ടർ പോലെ പോവാം. നമുക്ക് അബ്സോർബ് ചെയ്യാം, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ്. ഇനി വേണമെങ്കിൽ BBO പ്രൈമറോ അവിടെ മിക്സ് ചെയ്തിട്ടൊന്ന് വെൽഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ല, കമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇതിൻ്റെ കൂടെ പൗഡർ ഇട്ടാൽ കുഴപ്പമില്ല. യാർലിയുടെ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഉരുണ്ട് വരുമെന്ന് എനിക്കൊരു പേടി, അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ഇടില്ല. അപ്പോൾ തുടക്കമല്ലേ, നമുക്കൊരു ബേസൊക്കെ തുടങ്ങാം. 5 days go to tuition challenge, അതാണ് കേട്ടോ നമ്മുടെ പേര്. ഇത് 3 പാർട്ട് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. സോ ഇനി കമ്പാക്ട് തീരെ ടൈമില്ല ഗൈസ്. സോ സെറ്റ് ഗൈസ്. അപ്പം ഞാൻ തൂക്കിട്ട് വരാം. ഇനിയിപ്പോൾ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ കൊണ്ടിട്ടുണ്ട്, പൊട്ടുന്ന പേപ്പർ. അതിനകത്ത് മേക്കപ്പ് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ നോക്കാം. എനിക്ക് ഇടയ്ക്ക് ആവാറുണ്ടായിരുന്നു. ടെക്നോളജി ഗൈസ് ഒട്ടുമില്ല. പൗഡർ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലാതെ സെറ്റ് ചെയ്യുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി കണ്ണ് എഴുതാൻ പോവാണ് കേട്ടോ. അതിന് നമ്മൾ ഐഷാഡോ എടുത്തിട്ട് ഇതാ ഈ ഒരു കോഫി ബ്രൗൺ ന്യൂഡ് കളർ ഇടാം. ഇത് തന്നെ അപ്ലൈ കുറച്ച് BB ബ്ലഷ് ഒന്നും സെറ്റായില്ല. ബ്ലെൻഡ്. കമ്പാക്ട്. നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.